പ്രിയമുള്ള സുഹൃത്തുക്കളെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരളക്കുണ്ട് എന്ന വാട്ടർഫാളിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിലമ്പൂർ കാളികാവ് റൂട്ടിൽ കരുവാരക്കുണ്ട് എന്ന സ്ഥലത്താണ് ഈ കേരളക്കുണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടമാണ് കേരളക്കുണ്ട് എന്ന വെള്ളച്ചാട്ടം. ഞങ്ങൾ നിലമ്പൂരിൽ നിന്നൊരു ഓട്ടോയിലാണ് അവിടെ എത്തിയത്. വളരെ പ്രശസ്തമായ വെള്ളച്ചാട്ടമാണെങ്കിൽ പോലും അവിടെ ഒരു ചെറിയ ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ ഞങ്ങൾ എത്തിയതിന് ശേഷം ആ കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ആ കടക്കാരോട് മുകളിലോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ നിന്ന് ജീപ്പിലേ അങ്ങോട്ട് പോകാൻ കഴിയൂ, ഇവിടെ ജീപ്പ് ഉണ്ടാവും, ഞങ്ങൾ ജീപ്പിനെ വിളിക്കാമെന്ന് പറഞ്ഞാൽ അവരാണ് ജീപ്പ് അറേഞ്ച് ചെയ്ത് തന്നത്. 600 രൂപയാണ് ജീപ്പിൻ്റെ ചാർജ്. മുകളിലോട്ട് വേറെ വാഹനങ്ങളൊന്നും പോകാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ 600 രൂപയ്ക്ക് അവിടെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുമെന്നും പറഞ്ഞു. ഞങ്ങളങ്ങനെ കടക്കാരൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ജീപ്പ് പിടിച്ച് ഞങ്ങൾ മുകളിലേക്ക് കാട്ടിനകത്ത് വിട്ട് യാത്രയായി. നല്ല രസമുള്ള ഒരു യാത്രാ അനുഭവമായിരുന്നു ആ ജീപ്പിലുള്ള യാത്രാ അനുഭവം. ആ കരുവാരക്കുണ്ട് ഈ പ്രദേശത്തെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് ആ ജീപ്പ് ഡ്രൈവർ ഞങ്ങളോട് നന്നായിട്ട് വിശദീകരിച്ചു. ഈ അടുത്ത കാലത്ത് ഒരു യൂട്യൂബിലൂടെ വന്ന വീഡിയോയിലൂടെയാണ് ഇത് പ്രശസ്തമായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജീപ്പ് കുറേ ദൂരം സഞ്ചരിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലായി അത് എന്തായാലും നമുക്ക് ബൈക്കിലോ ഓട്ടോയിലോ പോകാൻ കഴിയാത്തൊരു സ്ഥലമാണ് എന്നുള്ളത് മനസ്സിലായി. വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസിലെത്തി. 20 രൂപയാണ് ടിക്കറ്റ്. ഞങ്ങൾ അതിനകത്ത് കയറി. ടൂറിസം വകുപ്പ് നന്നായിട്ട് തന്നെ ബ്രിഡ്ജൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും മഴ ഇല്ലാത്തത് കൊണ്ട്, വെയിലായതുകൊണ്ട് ഒട്ടും വെള്ളമില്ലാത്തൊരവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. നമുക്ക് കേരളക്കുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നടന്നു പോകുന്ന വഴി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു വലിയ കുഴിക്കകത്തോട്ടാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. അതിനനുസരിച്ചുള്ള പാലമാണ് അതിൽ കെട്ടിയിട്ടുള്ളത്. ഒരുപാട് പടികളോടുകൂടി ഗവൺമെൻറ് കെട്ടിയിട്ടുണ്ട്. മഴക്കാലത്ത് ഇവിടെയൊക്കെ നിറച്ച് വെള്ളമാണ് ഉണ്ടായിരിക്കുന്നത്. അതും നമ്മളോടൊപ്പം വന്ന ലൈഫ് ഗാർഡ് പറഞ്ഞു തന്നു. താഴെ നമ്മൾ എത്തിയതിന് ശേഷം അവിടെ നിന്ന് ഒരു കയറിലൂടെ വേണം നമുക്ക് അകത്തേക്ക് ഇറങ്ങാൻ, അല്ലാതെ നമുക്ക് അകത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. ഞങ്ങൾ കുടുംബത്തോടുകൂടി ആ പാലം മൊത്തത്തിൽ കടന്ന് നേരെ താഴോട്ട് തന്നെ ഇറങ്ങി. ഒരുപാട് പടികളുണ്ട്, നിങ്ങൾക്ക് ഈ ദൃശ്യത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. താഴെ അറ്റം ഞങ്ങൾ എത്തിയതിന് ശേഷം ലൈഫ് ഗാർഡിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ കയറിലൂടെ താഴെ ഇറങ്ങിയത്. ഈ കണ്ടതാണ് കേരളക്കുണ്ട്. ഇവിടെയൊക്കെ വെള്ളം മഴയത്ത് നന്നായിട്ട് വെള്ളം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇപ്പോൾ വെയിലായതുകൊണ്ടാണ് വെള്ളമില്ലാത്തതെന്ന് ലൈഫ് ഗാർഡ് നമുക്ക് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തന്നു. ഈ കാണുന്നതാണ് യഥാർത്ഥ കേരളക്കുണ്ട് വാട്ടർഫാൾ. അവിടേക്ക് ഞങ്ങൾ ഇറങ്ങണമെങ്കിൽ കയറിലൂടെ മാത്രമേ ഇറങ്ങാൻ കഴിയൂ. വെള്ളം കുറവാണെങ്കിൽ പോലും ഏതാണ്ട് ആ പാറയുടെ അറ്റത്ത് 12 അടിയോളം താഴ്ചയുണ്ട് എന്നാണ് എന്നോട് ഈ ലൈഫ് ഗാർഡ് പറഞ്ഞത്. നീന്താൻ അറിയാമെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകാവൂ. പിന്നെ ഒരു ഗുണം, നല്ല തെളിഞ്ഞ വെള്ളമാണ്, തെളിമയാർന്ന വെള്ളമാണ്. കലങ്ങൽ എന്നുള്ള ഒരു സമ്പ്രദായം നമ്മൾ എത്ര അതിനകത്ത് ചാടി തുള്ളിയാലും കലങ്ങുന്ന ഒരു സമ്പ്രദായമല്ല. ഈ ഭാഗത്തൊക്കെ വെള്ളം ഇങ്ങനെ കയറിയിരിക്കും. ലൈഫ് ഗാർഡാണ് എൻ്റെ അനുജൻ്റെ മകനെ കൊണ്ട് താഴോട്ട് ഇറങ്ങുന്നത്. നല്ല വഴുക്കലാണ്, അതുകൊണ്ടാണ് ലൈഫ് ഗാർഡിൻ്റെ സഹായത്തോടു കൂടി ഇറങ്ങാൻ കഴിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. കയറ് പിടിച്ച് നമുക്ക് താഴെ ഇറങ്ങേണ്ട ഒരു നല്ല സഹായമായിരുന്നു ആ ലൈഫ് ഗാർഡ് നമുക്ക് ചെയ്തു തന്നത്.